നമ്മൾ ആൻസി കുമ്പളങ്ങിയുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ആൻസി കുമ്പളങ്ങി ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അവർ ജപ്തി നടപടി വന്നു, ജപ്തി ഇന്ന് കടം മേടിച്ച് ജപ്തി അപ്പൻ്റെ അമ്മയുടെയും ജപ്തി ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ഇവർ കടക്കാരായി. അപ്പോൾ എന്നാ അവർ പ്രളയവും മഴയും വന്നിട്ട് വീടൊടിഞ്ഞ് വീണ് പിന്നെ അപ്പനെയും അമ്മയും കൊണ്ടുപോയി വാടകയ്ക്കാക്കി. അമ്മയാണെങ്കിൽ ഓർമ്മയില്ല. മകൻ മദ്യപാനത്തിൽ തേരാപ്പാര നടന്നിട്ട് നാട് വിട്ട് പോയിരിക്കുക. ഇങ്ങനെ തകർന്ന ഒരു ജീവിതം, എല്ലാം തീർന്ന് അങ്ങനെ പോവുകയാണ്. പിന്നെ മരിക്കണം വരെ മകളായിരിക്കുമ്പോൾ നമുക്ക് നോക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ മനസ്സ് മാറുന്നില്ല. ഇവർ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് അപ്പനും അമ്മയും ഒരു വീട് നമുക്ക് ശരിക്ക് കൊടുക്കാം. എപ്പോഴും ജീവിതകാലത്ത് എങ്ങനെ അവർ മരിക്കുമ്പോൾ വാടക വീട്ടിൽ കിടന്ന് മരിക്കണം ശരിയല്ലല്ലോ, അത് മനുഷ്യത്വമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് ഇവർ ഭാര്യയും ഭർത്താവും കൂടി ലോൺ എടുത്തിട്ട് ഒരു ആ പൊളിഞ്ഞു പോയ വീട്ടിൽ വേറൊരു വീടുണ്ടാക്കിയെടുക്കും. വില കുഴപ്പമില്ലാത്തൊരു വീട് കുഴപ്പമില്ലാത്തൊരു വീടുണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ഉടമ്പടിക്കാലമാണ്. ഇത് ഈ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതെന്തിൻ്റെ ആഗ്രഹം? ഈശോയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ആഗ്രഹം വരണത്. അപ്പം അവൻ പറഞ്ഞ് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയും. കാര്യം എന്താണ്? നീ എൻ്റെ കൂടെ നിൽക്കണ്ടല്ലോ, നീ എൻ്റെ അരികെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ. ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് ഈ ആഗ്രഹം നിലനിൽക്കുന്നത്. അപ്പോഴെന്താണ്? നമ്മളെ കടം മേടിച്ച് അപ്പനും അമ്മയ്ക്കും വീട് വാങ്ങിച്ച് കൊടുത്താലും എന്താണ്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ അത് വർക്കൗട്ട് ചെയ്യിക്കും. അതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തെ ഞാൻ ഇവരുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വീട് കർത്താവ് ചിലപ്പോൾ ഉന്തിയിട്ടതായിരിക്കും, നമുക്കറിയത്തില്ല. ഇതിനകത്ത് ഈ ഉടമ്പടി എടുക്കുന്ന കാലത്തെ പലതരത്തിലുള്ള തകർച്ചകളുണ്ടാകും. നമ്മൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇവർ പറയണ പുതിയ കടത്തിൻ്റെ ജപ്തിക്ക് കടമുണ്ടായിരുന്നു, അതൊഴിച്ചു, ഇനി ഈ വീടിന് കടമുണ്ടാവും. എന്നാലും അപ്പനും അമ്മയും സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുമല്ലോ, മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അതല്ലേ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വീടുണ്ടാക്കി കൊടുക്കും. അവർ പറയണേ ആ വീട് ഉണ്ടാക്കണേനെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടായെന്ന് പോലും അറിയാൻ പാലാത്ത രീതിയിൽ ഒരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് ആ വീട് റെഡിയായത്. ഒരു 6 മാസത്തിനുള്ളിൽ വീട് റെഡിയായി. അത് ഈ മരിയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലുണ്ട്. അമ്മ ആ വിഷയത്തിൽ കൊണ്ടുപോയി നമുക്കറിയാൻ പറ്റും. ഈ മുല്ലപ്പൂവൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്നുണ്ട് ഇടയ്ക്ക്, ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോഴേ അച്ഛാ എല്ലായിടത്തും മുല്ലപ്പൂവിൻ്റെ മണമാണ്. അപ്പം ഞാനവർക്ക് എനിക്ക് മാത്രമേ ഉള്ളെന്ന്. അപ്പോഴുണ്ട് എല്ലാ ദിവസവും അവിടെ മുല്ലപ്പൂവിൻ്റെ മണം, മുല്ലപ്പൂവിൻ്റെ മണമുള്ള വീട്. ഇന്ന് ആ സാക്ഷി അപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കണം കേട്ടോ. ഒരു കുടുംബം എങ്ങനെ രക്ഷപ്പെട്ട് വരണമെന്ന്, അമ്മ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ സീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ആദ്യം ജപ്തിയായി, അത് തകർത്തുകൊണ്ട് അതിനെ വിശ്വാസം അതിജീവിച്ചുകൊണ്ട് ജപ്തി നടപടി മാറ്റിക്കൊടുത്തു. പിന്നെ അത് അപ്പനും അമ്മയും വാടകയ്ക്കായി. പിന്നെ ആ വീട് ഇടിഞ്ഞ് വീണ് അങ്ങനെ അപ്പനും അമ്മയും വാടകയ്ക്കായി. അപ്പോഴും വിശ്വാസം കളയാതെ ഇവർ നിന്നിട്ട് അതിനെ അതിജീവിക്കും. പിന്നെ എന്താണ്? പിന്നെ ഇതെല്ലാം കാശുരവും ആ കട്ടളപ്പടിയിലും എല്ലാം കൃപാസനം കാശുരവും വെച്ചാണ് ഇവർ ചെയ്യണതെല്ലാം. എന്ന് വെച്ചാൽ ആ അവസാനം മാതാവിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ ആ വീട് തീർത്ത് കഴിയുമ്പോൾ എന്നാ പറ്റുമെന്നറിയാവോ? ആങ്ങളെ തിരിച്ചു വരും. അവനൊരു ജീവിതമായല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവൻ കുടി നിർത്തും. കുടിയായിരുന്നല്ല പ്രശ്നം മുഴുവനും. നമ്മൾ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ദൈവത്തിന് തോന്നിയാൽ നിൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റാൻ കർത്താവിന് 1 സെക്കൻഡ് മതി. കാര്യം എന്താ? നിങ്ങൾ വചനം വിട്ടു പോകത്തില്ല, വചനം നിലനിൽക്കുകയാണ്. ആൻസിയിലും ഭർത്താവിലും വചനം, എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. അങ്ങനെ മദ്യപാനമോ അതുപോലെ തന്നെ വീട് വെക്കുന്ന കാര്യമോ എന്തായാലും നിങ്ങൾ ഇഷ്ടമുള്ള ചോദിക്കാം, നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് ആങ്ങളെ തിരിച്ചു വരും. മദ്യപാനം മാറിയല്ലേ രസം. ആ പുതിയ വീട്ടിലോട്ട് വന്നപ്പോഴേ അമ്മയുടെ ഭ്രാന്തും മാറി. അപ്പം അമ്മയുടെ ഒരു ഭ്രാന്ത് മാറി, ഓർമ്മക്കുറവ് മാറി കഴിഞ്ഞപ്പോൾ അമ്മ സന്തോഷമായി, അപ്പൻ സന്തോഷമായി, ആങ്ങൾക്ക് സന്തോഷമായി. അവിടെ കുടുംബജീവിതം തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാം സന്തോഷമായപ്പോൾ അമ്മയ്ക്ക് ഒറ്റ ദുഃഖമേ ഉള്ളൂ. എന്താണ്? എൻ്റെ മകൾ എന്നെ പ്രതി ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരി ആയല്ല എന്നുള്ള ദുഃഖമാണ്. അപ്പോൾ അതെന്ത്? എടി മോളെ, നീ കടക്കാരി ആയല്ല അടി ഞങ്ങളെ രക്ഷിച്ചപ്പോൾ. അത് അമ്മ നോക്കിക്കൊള്ളൂ എന്ന് ആൻസി പറയും. അമ്മ നോക്കി. പിറ്റേ ദിവസം അവർക്ക് ഗവൺമെൻറ് ജോലി. ഈ ഗവൺമെൻറ് ജോലിയൊക്കെ നേരത്തെ കൊടുക്കാൻ വേണമെന്ന് കൊടുക്കത്തില്ല.
നമ്മളോട് പറയും നിങ്ങൾ ആദ്യം വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ആൻസൈനസ് ജയിച്ചു. ദൈവത്തിന് ഗവൺമെൻറ് ജോലിയൊക്കെ അവർക്ക് നേരത്തെ കൊടുക്കാമായിരുന്നു. നിങ്ങൾക്ക് പലർക്കും സംഭവം തരാതിരിക്കണതിൻ്റെ കാരണം എന്താ അറിയാമോ? നിങ്ങളത് ഉടമ്പടിയോടെ ഇൻവെസ്റ്റ് ചെയ്യണ പോലെ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പല ആൾക്കാരിലും വചനം നിലനിൽക്കണില്ല. കാര്യം അവർക്ക് ദൈവമല്ല പ്രധാനപ്പെട്ടത്, അവർക്ക് ജോലിയാണ്, വീടാണ്, വിവാഹമാണ്, വിദേശമാണ്. ടേക്ക് ദ വേർഡ്. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് ഉടമ്പടി ഫലശൂന്യമാകുന്നോ? അതാണ് പ്രശ്നം. അവൻ പറയണ പോലെ ചെയ്യുന്നതല്ല ഉടമ്പടി. യോഹന്നാൻ 2:5 പറഞ്ഞ എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക, അവൻ പറഞ്ഞ പോലെ ചെയ്തോളാമെന്നും അത് അവൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവിനോട് പറയണതാണ് ഉടമ്പടി. ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് നിലനിൽക്കണത്? ആ ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുക. ഇപ്പോൾ ആൻസിയുടെ ജീവിതത്തിൽ വചനം നിലനിൽക്കുകയാണ്. കട്ടം നഷ്ടം സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് അവൾ ഉടമ്പടിയിൽ അങ്ങോട്ട് പുരോഗമിക്കണ കാണാം, ആ കാഴ്ച കാണാം. അതുപോലെ വിശ്വസിച്ചുകൊണ്ട് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതാണ് നിലനിൽപ്പെന്ന് പറയണത്. വചനം ഉടമ്പടിയിലുള്ള നിലനിൽപ്പെന്ന് പറയണത്. ഈ ഉടമ്പടി നിലനിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന അറിയാവോ? യോഹന്നാൻ 15:4. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല.